കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ കേസ് വർക്കിൽ നിന്നാണ് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുന്നത്. കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് അല്ലേ. കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് നിങ്ങൾ എന്തുണ്ടായിരിക്കും, നിങ്ങൾ സോഷ്യൽ കേസ് വർക്ക് അല്ലേ. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് എന്താണ് സോഷ്യൽ കേസ് വർക്കുമായിട്ടും സോഷ്യൽ ഗ്രൂപ്പ് വർക്കുമായിട്ടുമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഏരിയാസിൽ നിന്ന് എന്തുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് സോഷ്യൽ കേസ് വർക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് സോഷ്യൽ കേസ് വർക്ക് അല്ലേ. എന്താ പറയുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ കേസ് വർക്കിനെ വളരെ ബെസ്റ്റായിട്ട് കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഏതാണ്? അപ്പോൾ എന്താണ് സോഷ്യൽ കേസ് വർക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സോഷ്യൽ കേസ് വർക്ക്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ മെത്തേഡ് ടു അസിസ്റ്റ് ലാർജ് ഗ്രൂപ്പ്സ് ഇൻ റിസോൾവിങ് കമ്മ്യൂണിറ്റി ഇഷ്യൂസ്. എ മെത്തേഡ് ടു അസിസ്റ്റ് ലാർജ് ഗ്രൂപ്പ്സ് ഇൻ റിസോൾവിങ് കമ്മ്യൂണിറ്റി ഇഷ്യൂസ് അല്ലേ. എന്താണ് ഒരു മെത്തേഡാണ് എന്തിന്? ടു അസിസ്റ്റ് ലാർജ് ഗ്രൂപ്പ്സ്, ലാർജ് ഗ്രൂപ്പിനെ അസിസ്റ്റ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ട്? ഇൻ റിസോൾവിങ് കമ്മ്യൂണിറ്റി ഇഷ്യൂസ് അല്ലേ. കമ്മ്യൂണിറ്റി ഇഷ്യൂസ് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാർജ് ഗ്രൂപ്പിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത്. ബി എന്താണ്? ആൻ അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ്. ആൻ അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ച്. സി എന്താണ്? എ മെത്തേഡ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഡി എന്താണ്? എ ലീഗൽ ഇൻ്റർവെൻഷൻ ഫോർ ക്രൈം പ്രിവെൻഷൻ അല്ലേ. കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ പ്രിവെൻഷൻ. ഏതാണപ്പോൾ സോഷ്യൽ കേസ് വർക്ക് അല്ലേ. നമുക്കിത് കാണുമ്പോൾ തന്നെ ഈ ഓപ്ഷൻസ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് സോഷ്യൽ കേസ് വർക്ക് അല്ലേ. കാരണം നിങ്ങൾ കിട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ വെൽഫെയർ ഓഫീസിന് പഠിക്കുന്ന കുട്ടികളാണ്. അത് മാത്രമല്ല ICDS പ്രൊബേഷനും ഒക്കെ സോഷ്യൽ കേസ് വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ആൻസർ വരുന്ന ഏതാണ്? ആൻസർ ബി ആണ് അല്ലേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബി എന്തായിരുന്നു? നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ്ങിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് എന്ത്? സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് അല്ലേ. സോഷ്യൽ കേസ് വർക്ക് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഇംപ്രൂവ് ദെയർ സോഷ്യൽ ഫങ്ഷനിങ് ബൈ അഡ്രസ്സിങ് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് മൊബിലൈസിങ് റിസോഴ്സസ് അല്ലേ. വ്യക്തികളുടെ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുന്ന, അതുപോലെ തന്നെ റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? അതിനൊക്കെയാണ് സോഷ്യൽ കേസ്, അതായത് സോഷ്യൽ കേസ് വർക്കാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്ക് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു ഡിസ്ക്രൈബ്ഡ് സോഷ്യൽ കേസ് വർക്ക് ആസ് എ പ്രോസസ് യൂസ്ഡ് ബൈ വെൽഫെയർ ഏജൻസീസ് ടു അസിസ്റ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് സോഷ്യൽ ഫങ്ഷനിങ് ഇഷ്യൂസ്. അപ്പോൾ സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ച് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് യൂസ്ഡ് ബൈ വെൽഫെയർ ഏജൻസീസ് അല്ലേ. വെൽഫെയർ ഏജൻസീസ് യൂസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്തിനു വേണ്ടിയിട്ട്? ടു അസിസ്റ്റ് അല്ലേ വിത്ത് സോഷ്യൽ ഫങ്ഷനിങ് ഇഷ്യൂസ്. സോഷ്യൽ ഫങ്ഷനിങ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഫെയർ ഏജൻസീസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് ആരാണ് സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ബവേഴ്സ് ആണോ, ഹാമിൽട്ടൺ ആണോ, പേൾമാൻ ആണോ, റിച്ച്മോണ്ട് ആണോ? ആരാണത് പറഞ്ഞിട്ടുള്ളത്? ആൻസർ സി ആണ് വരുന്നത് അല്ലേ. ആൻസർ സി ആരാണ്? പേൾമാൻ അല്ലേ. അപ്പോൾ പേൾമാനാണ് ഇതൊരു വെൽഫെയർ ഏജൻസീസ് അല്ലേ. ഇതെന്താണ്? വെൽഫെയർ ഏജൻസീസ് ഉപയോഗിക്കുന്ന സോഷ്യൽ ഫങ്ഷനിങ് ഇഷ്യൂസ് നേരിടുന്ന അല്ലെങ്കിൽ സോഷ്യൽ ഫങ്ഷനിങ്സ് ഉള്ള ഇൻഡിവിജ്വൽസിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു വെൽഫെയർ ഏജൻസീസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞത് ആരാണ്? പേൾമാനാണ് പറഞ്ഞത് അല്ലേ. ഹെലൻ ഹാരിസ് പേൾമാൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഹെലൻ ഹാരിസ് പേൾമാൻ ആണ്. ഡിസ്ക്രൈബ്ഡ് സോഷ്യൽ കേസ് വർക്ക് ആസ് എ പ്രോസസ് ഫോർ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഫേസിംഗ് സോഷ്യൽ ഫങ്ഷനിങ് പ്രോബ്ലംസ് ഓഫൺ യൂസ്ഡ് ഇൻ വെൽഫെയർ ഏജൻസീസ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ ഇൻ സോഷ്യൽ കേസ് വർക്ക് എംബസൈസസ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ ഇൻ സോഷ്യൽ കേസ് വർക്ക് എംബസൈസസ് അല്ലേ. നമ്മുടെ സോഷ്യൽ കേസ് വർക്കിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ട്രീറ്റിംഗ് ഓൾ ക്ലയൻസ് ദ സെയിം അല്ലേ. എല്ലാ ക്ലയൻസിനെയും സെയിം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ബി എന്താണ്? അഡ്രസ്സിങ് ഈച്ച് ക്ലയൻസ് യുണീക്ക് ക്വാളിറ്റീസ് ആൻഡ് സർക്കംസ്റ്റൻസ്.
ഓരോ ക്ലയൻസിൻ്റെയും യുണിക്കായിട്ടുള്ള ക്വാളിറ്റീസും സർക്യൂംസ്റ്റൻസ് സാഹചര്യങ്ങളും അഡ്രസ്സ് ചെയ്യുക. സി എന്താണ്? ഫോക്കസിങ് ഓൺലി ഓൺ എ ക്ലയൻസ് ഫിസിക്കൽ നീഡ്സ് അല്ലേ, ക്ലയൻറ്റിൻ്റെ ഫിസിക്കൽ നീഡ്സ് മാത്രം ഫോക്കസ് ചെയ്യുക. ഡി എന്താണ്? ഇഗ്നോറിങ് എ ക്ലയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഒരു ക്ലയൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഏതിനെയാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ബി ആണല്ലേ. എന്താണ്? അഡ്രസ്സിങ് ഈച്ച് ക്ലയൻറ്റ് യുണീക്ക് ക്വാളിറ്റീസ് ആൻഡ് സർക്യൂംസ്റ്റൻസ്. നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ ഓരോ ക്ലയൻറ്റിൻ്റെയും യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസും അതുപോലെ തന്നെ സർക്യൂംസ്റ്റൻസും അഡ്രസ്സ് ചെയ്യുക. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇൻഡിവിജ്വലൈസേഷൻ ഈസ് ദ റെക്കഗ്നേഷൻ ദാറ്റ് എവറി ക്ലയൻറ്റ് ഈസ് യുണീക്ക് അല്ലേ, എല്ലാ ക്ലയൻറ്റും യുണീക്കാണ്. റിക്വയറിംഗ് പേഴ്സണലൈസ്ഡ് ഇൻ്റർവെൻഷൻ, ഓരോരുത്തർക്കും വ്യക്തിപരമായ ഇടപെടൽ അവിടെ ആവശ്യമുണ്ട്. റിക്വയറിംഗ് പേഴ്സണലൈസ്ഡ് ഇൻ്റർവെൻഷൻ. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പ്രിൻസിപ്പിൾ ഹൈലൈറ്റ് ദ ക്ലയൻറ്റ്സ് റൈറ്റ് ടു മേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദിയർ ലൈഫ് ആൻഡ് സർവീസസ്. വിച്ച് പ്രിൻസിപ്പിൾ ഹൈലൈറ്റ്സ്, ഇതും പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് പ്രിൻസിപ്പിളാണ് ഹൈലൈറ്റ് ദ ക്ലയൻറ്റ്സ് റൈറ്റ് ടു മേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ദിയർ ലൈഫ് ആൻഡ് സർവീസസിലെ, അവരുടെ ലൈഫും സർവീസസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ക്ലയൻസിൻ്റെ റൈറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? ഓക്കെ, ഏത് പ്രിൻസിപ്പിളാണ്? അതായത് തൻ്റെ ലൈഫിനെ കുറിച്ചും തൻ്റെ സർവീസിനെ കുറിച്ചുമുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ക്ലയൻറ്റിൻ്റെ റൈറ്റിനെ, ക്ലയൻറ്റിൻ്റെ അവകാശത്തെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആണോ? പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ ആണോ? പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ് ആണോ? പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ബി ആണ് അല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? സെൽഫ് ഡിറ്റർമിനേഷൻ അല്ലേ, സ്വയം ഡിറ്റർമിനേഷൻ അല്ലേ, സ്വയം നിർണ്ണയിക്കാനുള്ള ഒരു അവകാശം. പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ. The principle of self-determination acknowledges the client's autonomy in making regarding ഡിസിഷൻസ് റിഗാർഡിംഗ് ദിയർ ലൈഫ് ആൻഡ് സർവീസസിലെ, അവരുടെ ലൈഫും സർവീസസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള ക്ലയൻസിൻ്റെ ഒട്ടോണമിയാണ് എന്ത് ചെയ്യുന്നത്? സെൽഫ് ഡിറ്റർമിനേഷൻ അക്നോളജ് ചെയ്യുന്നത് അല്ലേ, സ്വയം നിർണ്ണയിക്കാനുള്ള ഒരു അവകാശം അല്ലേ. തൻ്റെ ജീവിതവുമായി അല്ലെങ്കിൽ തൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് തന്നെ അല്ലെങ്കിൽ താനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാം അല്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ സോഷ്യൽ കേസ് വർക്ക്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ സോഷ്യൽ കേസ് വർക്ക്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇൻവോൾവ്മെൻറ്റ് ഇൻ സോഷ്യൽ കേസ് വർക്ക് അല്ലേ. മറ്റൊരു പ്രിൻസിപ്പിളായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രിൻസിപ്പിളിൽ ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് അല്ലേ. നമ്മുടെ ക്ലാസ്സിൽ കണ്ട കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ എന്താണത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ചിങ് ഫ്രം ദ ക്ലയൻറ്റ്സ് ഇമോഷണലി അല്ലേ, കംപ്ലീറ്റ്ലി ഡിറ്റാച്ചിങ് ഫ്രം ദ ക്ലയൻറ്റ് ഇമോഷണലി അല്ലേ, ക്ലയൻറ്റ് ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യുക. ബി എന്താണ്? ബിക്കമിങ് ഇമോഷണലി ഇൻവോൾവ് ഇൻ ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ. എന്ത് ചെയ്യുക? ബിക്കമിങ് ഇമോഷണലി ഇൻവോൾവ് ഇൻ ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ അല്ലേ, ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷനിൽ നമ്മളും കൂടി എന്ത് ചെയ്യുക? വളരെ ഇമോഷണലി ഇൻവോൾവ് ചെയ്യുക. സി എന്താണ്? മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ ഒബ്ജക്റ്റിവിറ്റി വൈൽ എംപതൈസിങ് വിത്ത് ദ ക്ലയൻറ്റ് അല്ലേ, ഒരു പ്രൊഫഷണൽ ഒബ്ജക്റ്റിവിറ്റി അല്ലേ, ക്ലയൻറ്റുമായിട്ട് എംപതൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ഒബ്ജക്റ്റിവിറ്റി എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ഡി എന്താണ്? ഇഗ്നോറിങ് ദ ക്ലയൻറ്റ്സ് ഇമോഷൻ, ക്ലയൻറ്റ്സ് ഇമോഷൻസ് ഒക്കെ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ അത് പഠിച്ച കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആൻസർ സി ആണ് വരുന്നത് അല്ലേ. എന്താണ്? മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ ഒബ്ജക്റ്റിവിറ്റി വൈൽ എംപതൈസിങ് വിത്ത് ദ ക്ലയൻറ്റ് അല്ലേ. ഒരു ക്ലയൻറ്റ് നമ്മുടെ മുന്നിൽ വന്ന് സങ്കടം പറയണം, അപ്പോൾ നമ്മളും ഇരുന്നിട്ട് കരയാൻ നിൽക്കില്ല, നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ഒബ്ജക്റ്റിവിറ്റി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം അദ്ദേഹത്തോട് നമ്മൾ പെരുമാറേണ്ടത്. ഓക്കെ, അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ഇമോഷൻ എന്താണ് അതുപോലെ നമ്മൾ പ്രവർത്തിക്കില്ല, നമ്മൾ അവർക്ക് വേണ്ട ധൈര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത് അല്ലേ.
Controlled emotional involvement requires a balance where the social worker shows empathy but remains professionally objective. അല്ലേ, എന്ത് ചെയ്യണം? കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് റിക്വയർസ് എ ബാലൻസ് വേർ ദ സോഷ്യൽ വർക്കർ ഷോസ് എംപതി ബട്ട് റിമൈൻസ് പ്രൊഫഷണലി ഒബ്ജക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? The principle of confidentiality refers to, അല്ലേ, the principle of confidentiality refers to. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി റെഫർ ചെയ്യുന്നത്? അല്ലേ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി റെഫർ ചെയ്യുന്നത് എന്താണ്? അല്ലേ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഷെയറിംഗ് ക്ലയൻറ്റ് ഇൻഫർമേഷൻ ഫ്രീലി വിത്ത് അതർ ഏജൻസീസ്. ഷെയറിങ് ക്ലയൻറ്റ്സ് ഇൻഫർമേഷൻ വിത്ത് ഫ്രീലി. നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു ഇല്ല, നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ മറ്റൊരു രീതിയിലാണ് ഇത് പറഞ്ഞത്. എന്താണ്? ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻ മറ്റുള്ള ഏജൻസികളുമായിട്ട് എന്ത് ചെയ്യുക? ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുക, അവരുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ബി എന്ന് പറയുന്നത് കീപ്പിംഗ് ക്ലയൻറ്റ് ഇൻഫർമേഷൻ പ്രൈവറ്റ് അൺലെസ് ലീഗലി റിക്വയർഡ് ഡിസ്ക്ലോസ്. അല്ലേ, എന്താണ്? ക്ലയൻറ്റ് ഇൻഫർമേഷൻ പ്രൈവറ്റ് ആയിട്ട് വെക്കുക, എപ്പോഴെങ്കിലും ലീഗലി നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മളിത് ഡിസ്ക്ലോസ് ചെയ്യുക, പുറത്ത് വിടുക. സി എന്താണ്? ഡിസ്കസിങ് ക്ലയൻറ്റ്സ് ഇഷ്യൂസ് ഓപ്പൺലി ഇൻ പബ്ലിക് ഫോറംസ്. അല്ലേ, പബ്ലിക് ഫോറംസിൽ ഈ പറയുന്ന അവരുടെ ഇഷ്യൂസ് എന്ത് ചെയ്യുക? ഓപ്പൺലി ഡിസ്കസ് ചെയ്യുക. ദെൻ എന്താണ് അടുത്തത്? ഡി നൺ ഓഫ് ദി എബോവ്. ഇത് മേലെ പറഞ്ഞതൊന്നും തന്നെ അല്ല. ആൻസർ വരുന്നത് ബി ആണ്. അല്ലേ, എന്താണ്? നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻ പ്രൈവറ്റ് ആയിട്ടുകൊണ്ട് വെക്കുക, ദെൻ എപ്പോഴെങ്കിലും ലീഗലി റിക്വയർമെൻറ്റ് ആവശ്യം വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്യുക. Confidentiality involves protecting clients' information with expectation only for legal requirements or preventing harm. Process of social casework. Confidentiality involving in എന്താണ്? Protecting clients' information with expectation only for legal requirements or preventing harm. Process of social. Then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫേസ് ഓഫ് ദി സോഷ്യൽ കേസ് വർക്ക് പ്രോസസ് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് കോംപ്രഹെൻസീവ് ഡാറ്റ അബൌട്ട് ദ ക്ലയൻറ്റ്സ് ലൈഫ് സിറ്റുവേഷൻ. അല്ലേ, വിച്ച് ഫേസ് ഓഫ് ദി സോഷ്യൽ കേസ് വർക്ക് പ്രോസസ് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് കോംപ്രഹെൻസീവ് ഡാറ്റ അബൌട്ട് ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ. താഴെ തന്നിരിക്കുന്ന ഫേസസ്, അതായത് സോഷ്യൽ കേസ് വർക്കിൻ്റെ ഒരു ഫേസ് ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ കേസ് വർക്കിൻ്റെ ഫേസസിൽ പ്രോസസ് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് കോംപ്രഹെൻസീവ് ഡാറ്റ അബൌട്ട് ദ ക്ലയൻറ്റ് ലൈഫ് സിറ്റുവേഷൻ. അല്ലേ, ക്ലയൻറ്റിൻ്റെ ലൈഫ് സിറ്റുവേഷനെ കുറിച്ചിട്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റ ഗ്യാദർ ചെയ്യുന്ന പ്രോസസ്സ് ഏത് ഫേസിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇൻടേക്ക് ആണോ, സ്റ്റഡിയിലാണോ, ഇൻ്റർവെൻഷനിലാണോ, ടെർമിനേഷനാണോ? ഇൻടേക്ക്, സ്റ്റഡി, ഇൻ്റർവെൻഷൻ, ടെർമിനേഷൻ. അല്ലേ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ക്ലയൻറ്റിൻ്റെ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് കോംപ്രഹെൻസീവ് ഡാറ്റ ഗ്യാദർ ചെയ്യുന്ന ആ ഒരു ഫേസ് ഏതാണ്? ആൻസർ ബി ആണ് വരുന്നത്. അല്ലേ, ഏതാണ്? സ്റ്റഡി. നമ്മൾ സ്റ്റഡി നടത്തുമ്പോഴാണ് നമുക്ക് ആ ക്ലയൻറ്റിൻ്റെ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടുന്നത്. The study phase also known as social investigation. അല്ലേ, സോഷ്യൽ കേസ് വർക്കിൻ്റെ സ്റ്റഡി ഫേസിനെ നമ്മൾ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇൻവോൾവ്സ് കളക്റ്റീവ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻറ്റ്സ് ലൈഫ് സർക്യൂംസ്റ്റൻസ്. അല്ലേ, ഇതെന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ക്ലയൻറ്റിൻ്റെ ലൈഫ് സർക്യൂംസ്റ്റൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. ക്ലയൻറ്റിൻ്റെ ലൈഫ് സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ട ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫൈനൽ പേസ് ഓഫ് ദി സോഷ്യൽ കേസ് വർക്ക് പ്രോസസ് വേർ ദ ഫോർമൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് ദ സോഷ്യൽ വർക്ക് എൻഡ്സ്. അല്ലേ, വാട്ട് ഈസ് ദ ഫൈനൽ പേസ്? അല്ലേ, സോഷ്യൽ കേസ് വർക്കിൻ്റെ ഫൈനൽ ഫേസ് ആണ് ചോദിക്കുന്നത്. എപ്പോൾ? വേർ ദ ഫോർമൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് സോഷ്യൽ വർക്ക് എൻഡ്സ്. അല്ലേ, ആ ഒരു വരി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ക്ലയൻറ്റും സോഷ്യൽ വർക്കറും തമ്മിലുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുന്ന സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിന് ഏത് ഫേസ് ആണ്? അതായത് അത് ഫൈനൽ ഫേസ് ആണ്. അപ്പോൾ അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അസസ്മെൻ്റ് ആണോ, ഇവാലുവേഷൻ ആണോ, ടെർമിനേഷൻ ആണോ, ഇൻടേക്ക് ആണോ? ഏതായിരിക്കും വരിക? സിമ്പിളാണല്ലേ, ഫോർമൽ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന ഒരിതാണ്, ഫൈനൽ ഫേസ് ആണെന്ന് പറഞ്ഞു. അല്ലേ, ആൻസർ സി ആണ്, അഥവാ ടെർമിനേഷൻ. അല്ലേ,
ടെർമിനേഷൻ അല്ലെ, ടെർമിനേറ്റ് ചെയ്യാം ആ ഒരു പ്രോബ്ലം. അതായത് ഒരാൾ പ്രശ്നമായി മുന്നോട്ട് വന്നു, അയാളുടെ കാര്യങ്ങളൊക്കെ കേട്ടു പരിഹരിച്ചു കൊടുത്തു, അതിനുശേഷം ഫോമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ എൻഡ് ചെയ്യും. ചിലപ്പോൾ ഇൻഫോമൽ ആയിക്കൊണ്ട് ചിലപ്പോൾ ഇനി അയാൾക്ക് ആ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. Termination is the phase where the social worker ensures the client can manage independently and ends the former relationship അല്ലേ. ടെർമിനേഷൻ എന്ന് പറയുന്ന ഫേസിൽ എന്താണ്, സോഷ്യൽ വർക്കർ എൻഷുർ ചെയ്യണം ക്ലയൻറ്റിന് എല്ലാ കാര്യങ്ങളും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റണം. അങ്ങനെ എന്ത് ചെയ്യണം, അദ്ദേഹം ഫോമർ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണം. ഓക്കെ, ക്ലയൻറ്റ്സ് എന്ത് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. അത് ആ ഒരു ഉറപ്പ് ആർക്കുണ്ടായിരിക്കണം, സോഷ്യൽ വർക്കർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോമർ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ അസസ്മെൻറ്റ് ഫേസ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഈസ് എയിംഡ് അറ്റ്. ഓക്കെ, സോഷ്യൽ കേസ് വർക്കിലെ അസസ്മെൻറ്റ് ഫേസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അസസ്മെൻറ്റ് ഫേസ് അല്ലേ. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഗ്യാദറിങ് പ്രിലിമിനറി ഇൻഫർമേഷൻ അല്ലേ. നമ്മൾ ആദ്യം ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മളൊരു പ്രിലിമിനറി ഇൻഫർമേഷൻ എടുക്കുള്ളൂ, അതാണോ. ബി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എ കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ അല്ലേ. നമ്മൾ അയാളുടെ പ്രശ്നം മനസ്സിലാക്കി ഇനി വേണ്ട ആക്ഷൻ, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യാണോ. സി എന്താണ്, ഡയഗ്നോസിങ് ദ കോർ ഇഷ്യൂസ് ആൻഡ് ദർ കോസസ്, എന്താണ് ആ പ്രശ്നം വരാനുള്ള കാരണം അല്ലേ. ആ ഒരു കോർ ഇഷ്യൂസിനെ ഡയഗ്നോസ് ചെയ്യുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയാണോ വേണ്ടത്. ഡി എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ദ ഔട്ട്കംസ് ഓഫ് ദി ഇൻ്റർവെൻഷൻ, നമ്മൾ ആ ഇടപെട്ടതിൻ്റെ ഔട്ട്കംസ് ഇവാലുവേറ്റ് ചെയ്യുക. എന്താണ് അസസ്മെൻറ്റ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും അസസ്മെൻറ്റ് ഫേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും അല്ലേ. ഗ്യാദറിംഗ് പ്രിലിമിനറി ഇൻഫർമേഷൻ ആണോ, കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ ആണോ, ഡയഗ്നോസിങ് കോർ ഇഷ്യൂസ് ആണോ, ഇവാലുവേറ്റിംഗ് ഔട്ട്കംസ് ആണോ. ആൻസർ സി ആണ് വരുന്നത് അല്ലേ. എന്താണ്, ഡയഗ്നോസിങ് ദ കോർ ഇഷ്യൂസ് ആൻഡ് ദർ കോസ്, നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിൻ്റെ ആ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളും നമ്മൾ ഡയഗ്നോസ് ചെയ്യാം അല്ലേ. പ്രധാനപ്പെട്ട കോർ ഇഷ്യൂസ്, മുഖ്യമായിട്ടുള്ള ഇഷ്യൂസും അതിൻ്റെ കോസസും എന്ത് ചെയ്യുക, നമ്മൾ ഡയഗ്നോസ് ചെയ്യാം. The assessment phase involves diagnosing the core issues faced by the client based on the information collected. Skill in okay, അത് വേണ്ട. എന്താണ് അസസ്മെൻറ്റ് ഫേസിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്, നമ്മുടെ ക്ലയൻറ്റ് ഫേസ് ചെയ്യുന്ന കോർ ഇഷ്യൂസ് ഡയഗ്നോസ് ചെയ്യാം. അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യേണ്ടത്, ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലയൻറ്റ് ഫേസ് ചെയ്യുന്ന കോർ ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക. അതാണ് അസസ്മെൻറ്റ് ഫേസ് ഇൻവോൾവ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഫേസും എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ഓരോ ഫേസും എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. Then which of the following skill is crucial for building rapport and trust with the clients in social case work അല്ലേ. Which of the following skill is crucial for building rapport and trust with the clients in social case work. സോഷ്യൽ കേസ് വർക്കിൽ അതായത് താഴെ തന്നിരിക്കുന്ന സ്കില്ലിൽ നമ്മുടെ സോഷ്യൽ കേസ് വർക്കിലെ ക്ലയൻസുമായിട്ട് ട്രസ്റ്റും റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്കില്ല് ഏതാണ്, സോഷ്യൽ കേസ് വർക്കിലെ ക്ലയൻസുമായിട്ടുള്ള ട്രസ്റ്റും റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ട ക്രൂഷ്യൽ സ്കില്ല് ഏതാണ്. ഓക്കെ, ഓർഗനൈസേഷണൽ സ്കില്ലാണോ വേണ്ടത്, ഇൻ്റർപേഴ്സണൽ സ്കില്ലാണോ വേണ്ടത്, അഡ്വക്കേസി സ്കില്ലാണോ വേണ്ടത്, പ്രോബ്ലം സോൾവിങ് സ്കില്ലാണോ വേണ്ടത്, ഏത് സ്കില്ലാണ് വേണ്ടത്. ബിൽഡിംഗ് റാപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് വിത്ത് ക്ലയൻറ്റ്സ് ഇൻ സോഷ്യൽ കേസ് വർക്കിൽ ക്ലയൻറ്റുമായിട്ട് റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതിലും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിനുമുള്ള ഒരു ക്രൂഷ്യൽ സ്കില്ല് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വേണ്ടത്. ആൻസർ ബി ആണ് വേണ്ടത് അല്ലേ. ഇൻ്റർപേഴ്സണൽ സ്കില്ല്, പരസ്പര ബന്ധിതമായിട്ടുള്ള സ്കില്ലാണ് അതിൽ വേണ്ടത്. Interpersonal skills such as showing empathy and understanding are vital for building rapport and trust with the clients അല്ലേ. നമ്മൾ ക്ലയൻറ്റുമായിട്ടൊരു റാപ്പോർട്ടും ട്രസ്റ്റും ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ല് വേണം. അതായത് നമ്മൾ എമ്പതി കാണിക്കുക, അവരെ മനസ്സിലാക്കിയെന്ന് കാണിക്കുക അല്ലേ. നമ്മളോട് എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവർ പറയുന്ന ഇപ്പോൾ നല്ല കാര്യങ്ങളായിക്കോട്ടെ ചീത്ത കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ഒരു എമ്പതറ്റിക്കലി നമ്മൾ ബിഹേവ് ചെയ്യുക. ഇതൊക്കെ
വർക്ക് എന്താണ്, ക്ലയൻറ്റിൻ്റെ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കാനും അതുപോലെ റാപ്പോർട്ട് ബിൽഡപ്പ് ചെയ്തെടുക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കില്ലാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ കേസ് വർക്കിൽ റാപ്പോർട്ടിൻ്റെയും ട്രസ്റ്റിൻ്റെയും ഒരു പ്രാധാന്യമാണ് അതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഇൻവോൾവ്സ് അല്ലേ. ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഇൻവോൾവ്സ്. സോഷ്യൽ കേസ് വർക്കിലെ ക്രിട്ടിക്കൽ തിങ്കിങ്, സോഷ്യൽ കേസ് വർക്കിലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻവോൾവ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് മേക്കിംഗ് ക്വിക്ക് ഡിസിഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഓൾ പേഴ്സ്പെക്റ്റീവ്. മേക്കിംഗ് ക്വിക്ക് ഡിസിഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഓൾ പേഴ്സ്പെക്റ്റീവ്സ് അല്ലേ. എന്താണ്? എല്ലാ പേഴ്സ്പെക്റ്റീവും കൺസിഡർ ചെയ്യാതെ ക്വിക്കായിക്കൊണ്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ബി എന്താണ്? അനലൈസിങ് സിറ്റുവേഷൻസ് ഒബ്ജക്റ്റീവ്ലി ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് അല്ലേ. എന്താണ്? ഇൻഫോംഡ് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുക? സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യുക. സി എന്താണ്? ഓൺലി ഫോളോയിങ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് അല്ലേ. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് മാത്രം ഫോളോ ചെയ്യുക. ഡി എന്താണ്? ഫോക്കസിങ് സ്ലോലി ഓൺ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ്. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് മാത്രം എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്താണ് സോഷ്യൽ കേസ് വർക്കിലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻവോൾവ് ചെയ്യുന്നത് എന്താണ്? ഇതിലേതാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ആൻസർ ബി ആണ് വരുന്നത് അല്ലേ. ബി എന്താണ്? അനലൈസിങ് സിറ്റുവേഷൻസ് ഒബ്ജക്റ്റീവ്ലി ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് അല്ലേ. ഇൻഫോംഡ് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സിറ്റുവേഷൻസ് ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യുക. ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സിറ്റുവേഷൻസ് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യുക. ക്രിട്ടിക്കൽ തിങ്കിങ് എനാബിൾസ് സോഷ്യൽ വർക്കേഴ്സ് ടു അനലൈസ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ഒബ്ജക്റ്റീവ് ഡിസിഷൻസ് അല്ലേ. ക്രിട്ടിക്കൽ തിങ്കിങ് എന്തെയാണ് എനാബിൾ ചെയ്യുന്നത്? സോഷ്യൽ വർക്കേഴ്സ് ടു അനലൈസ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് അല്ലേ. എന്താണ്? കോംപ്ലക്സ് സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ആൻഡ് മേക്ക് ഇൻഫോംഡ് ഒബ്ജക്റ്റീവ് ഡിസിഷൻസ് അല്ലേ. വളരെ ഇൻഫോംഡും ഒബ്ജക്റ്റീവുമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും. ക്രിട്ടിക്കൽ തിങ്കിങ് എനാബിൾ ചെയ്യുന്നത് സോഷ്യൽ വർക്കേഴ്സിന് കോംപ്ലക്സ് സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് കൂടിയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ എബിലിറ്റി ടു മാനേജ് മൾട്ടിപ്പിൾ കേസസ് ആൻഡ് മെയിൻറ്റെയിൻ ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് റിഫ്ലക്ട് വിച്ച് സ്കില്ല് അല്ലേ. ദ എബിലിറ്റി ടു മാനേജ് മൾട്ടിപ്പിൾ കേസസ് അല്ലേ. മൾട്ടിപ്പിൾ കേസസ് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റിയും അതുപോലെ തന്നെ ആൻഡ് മെയിൻറ്റെയിൻ ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് അല്ലേ. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിട്ടോ എന്തിനെ സംബന്ധിച്ചിട്ടായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സ്കില്ല് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്കില്ല് ഏതാണ്? മൾട്ടിപ്പിൾ കേസസ് മാനേജ് ചെയ്യാനുമുള്ള കഴിവും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സ്കില്ല് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്കില്ല് ഏതാണ്? എമ്പതി ആണോ? ഓർഗനൈസേഷണൽ സ്കില്ലാണോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണോ? അസസ്മെൻറ്റ് സ്കില്ലാണോ? എമ്പതി ആണോ? ഓർഗനൈസേഷണൽ സ്കില്ലാണോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണോ? അസസ്മെൻറ്റ് സ്കില്ലാണോ? ഏതാണ് മൾട്ടിപ്പിൾ കേസസ് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റിയും ഡീറ്റെയിൽഡ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള സ്കില്ല് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഏതായിരിക്കും? ആൻസർ വരുന്നത് ബി ആണല്ലേ. ഏതാണ്? ഓർഗനൈസേഷണൽ സ്കില്ലാണ്. ഓക്കെ, ഓർഗനൈസേഷണൽ സ്കില്ലാണ് വരുന്നത്. Organizational skill helps social workers manage numerous cases and maintain accurate records, ensuring effective service delivery. Organizational skill help social workers manage numerous cases and maintain accurate records. Organizational skill എന്ത് social വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനെ? മാനേജ് ന്യൂമറസ് കേസസ് ഒരുപാട് കേസസ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ദെൻ എൻഷുറിങ് ഇഫക്റ്റീവ് സർവീസ് ഡെലിവറി വളരെ ഇഫക്റ്റീവ് ആയിക്കൊണ്ടുള്ള സർവീസ് ഡെലിവറി എൻഷുർ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഓർഗനൈസേഷൻ സ്കില്ല് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ വർക്കറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The next question ആണ് in which area does social casework assist individuals with chronic illness and navigating the healthcare system? In which area does social casework assist individuals with chronic illness and navigating the healthcare system? ഇൻ വിച്ച് ഏത് ഏരിയാസിലാണ് സോഷ്യൽ കേസ് വർക്കിനെ ക്രോണിക് ഇൽനെസ് ഉള്ള ഇൻഡിവിജ്വൽസിനെ അസിസ്റ്റ് ചെയ്യാനും
ഒരു സോഷ്യൽ കേസ് വർക്കിന് ഏത് ഏരിയാസിലാണ് ക്രോണിക് ഇൽനെസ്സിൽ അല്ലെ വളരെ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്സിലെ ഇൻഡിവിജ്വൽസിനെ അസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം നാവിഗേറ്റ് ചെയ്യാനും പറ്റുന്ന ഏരിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എ എൽഡർ കെയർ, ബി സബ്സ്റ്റൻസ് അബ്യൂസ്, സി ഹെൽത്ത് കെയർ, ഡി കറക്ഷണൽ സോഷ്യൽ വർക്ക്. അല്ലേ ക്രോണിക് ഇൽനെസ് ആണ് ഹെൽത്ത് കെയർ സിസ്റ്റം നാവിഗേറ്റ് ചെയ്യുക. ആൻസർ വരുന്നത് സി ആണ് അല്ലേ. ഹെൽത്ത് കെയറിലാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. ക്രോണിക് ഇൽനെസ്സുമായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഹെൽത്ത് കെയർ സിസ്റ്റം നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതും. In healthcare, social workers help clients manage chronic illness, navigate the healthcare system and access the appropriate resources. In healthcare, social workers help clients manage chronic illness, navigate the healthcare system and access appropriate resources. Healthcare എന്താണ് social workers ക്ലയൻസിനെ അവരുടെ ക്രോണിക് ഇൽനെസ്സിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് റിസോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതാണ് ഹെൽത്ത് കെയറിൽ സോഷ്യൽ കേസ് വർക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ വർക്കർക്ക് കിട്ടുന്നൊരു ഹെൽപ്പ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ക്ലയൻറ്റ് പോപ്പുലേഷൻ ഈസ് ടിപ്പിക്കലി സപ്പോർട്ടഡ് ബൈ കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ്. അല്ലേ വിച്ച് ക്ലയൻറ്റ് പോപ്പുലേഷൻ ഈസ് ടിപ്പിക്കലി സപ്പോർട്ടഡ് ബൈ കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ്. വിച്ച് ക്ലയൻറ്റ് പോപ്പുലേഷൻ ഏത് ക്ലയൻറ്റ് പോപ്പുലേഷനാണ് ടിപ്പിക്കലി സപ്പോർട്ടഡ് ബൈ കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ്. കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ടിപ്പിക്കലി ക്ലയൻറ്റ് പോപ്പുലേഷൻ ഏതാണ്? അല്ലേ സിമ്പിളാണ്. എൽഡർലി ഇൻഡിവിജ്വൽസ് ആണോ, ഇൻഡിവിജ്വൽസ് ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആണോ, ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് ആണോ, ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ആണോ? കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സിനെ ടിപ്പിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ക്ലയൻറ്റ് പോപ്പുലേഷൻ ഏതായിരിക്കും? കറക്ഷനാണ്, തെറ്റ് തിരുത്താണ് അല്ലേ, കറക്റ്റ് ചെയ്യാണ്. കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സിനെ ടിപ്പിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ക്ലയൻറ്റ് പോപ്പുലേഷൻ എൽഡർലി ഇൻഡിവിജ്വൽസ് ആണോ, ഇൻഡിവിജ്വൽസ് ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആണോ, ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് ആണോ, ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ആണോ? ആൻസർ വരുന്നത് ബി ആണ് അല്ലേ. ഏതാണ്? ഇൻഡിവിജ്വൽസ് ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അല്ലേ. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ അവിടെയാണ് നമുക്ക് കറക്ഷൻ വേണ്ടത് അല്ലേ. ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെയാണ് എന്തുള്ളത്? കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സിന് ഒരു റോൾ ഉള്ളത്. Correctional social workers assist individuals involved in the criminal justice system, helping them reintegrate into society. കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്താണ്? ഇൻഡിവിജ്വൽസിനെ അസിസ്റ്റ് ചെയ്യുന്നു, ഇൻവോൾവ്ഡ് ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അല്ലേ. എന്ത് ചെയ്യുന്നു? ഹെൽപ്പിംഗ് ദം റീഇൻറ്റഗ്രേറ്റ് ഇൻ ടു സൊസൈറ്റി അല്ലേ. അവരെ സൊസൈറ്റിയിലോട്ട് വീണ്ടും റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അവരെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. ഹെൽപ്പിംഗ് ദം റീഇൻറ്റഗ്രേറ്റ് ഇൻ ടു സൊസൈറ്റി, അവരെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. സൊസൈറ്റിയിലോട്ട് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോൾ പെർഫോംഡ് ബൈ സോഷ്യൽ കേസ് വർക്കേഴ്സ് ഇൻ ചൈൽഡ് വെൽഫെയർ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോൾ പെർഫോംഡ് ബൈ സോഷ്യൽ കേസ് വർക്കേഴ്സ് ഇൻ ചൈൽഡ് വെൽഫെയർ അല്ലേ. താഴെ തന്നിരിക്കുന്നതിൽ ചൈൽഡ് വെൽഫെയറിൽ സോഷ്യൽ കേസ് വർക്ക് പെർഫോം ചെയ്യുന്ന റോൾ ഏതാണ്? ചൈൽഡ് വെൽഫെയറിൽ ഒരു സോഷ്യൽ കേസ് വർക്കർ പെർഫോം ചെയ്യുന്ന റോള് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. ബി ഫെസിലിറ്റേറ്റിംഗ് അഡോപ്ഷൻ ആൻഡ് എൻഷുറിങ് ചൈൽഡ് സേഫ്റ്റി അല്ലേ. എന്താണ്? ഫെസിലിറ്റേറ്റിംഗ് അഡോപ്ഷൻ ആൻഡ് എൻഷുറിങ് ചൈൽഡ് സേഫ്റ്റി അല്ലേ. ചൈൽഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുക, അഡോപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ദെൻ അഡ്മിനിസ്ട്രിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലേ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ദെൻ ഡി എന്താണ്? സെർവിങ് ലീഗൽ അഡ്വൈസേഴ്സ് അല്ലേ. എന്താണ്? ലീഗൽ അഡ്വൈസേഴ്സ് സെർവ് ചെയ്യുക. ഇതിലേതാണ് ചൈൽഡ് വെൽഫെയറിൽ സോഷ്യൽ കേസ് വർക്ക് പെർഫോം ചെയ്യുന്ന റോൾ ഏതായിരിക്കും? ഒരു സോഷ്യൽ കേസ് വർക്ക് ഈ ഒരു ഇതിൽ റോൾ പെർഫോം ചെയ്യേണ്ടത് ചൈൽഡ് വെൽഫെയറിൽ പെർഫോം ചെയ്യേണ്ടത് ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ് അല്ലേ. ബി എന്താണ്? ഫെസിലിറ്റേറ്റിംഗ് അഡോപ്ഷൻ ആൻഡ് എൻഷുറിങ് ചൈൽഡ് സേഫ്റ്റി. ഫെസിലിറ്റേറ്റിംഗ് അഡോപ്ഷൻ ആൻഡ് എൻഷുറിങ് ചൈൽഡ് സേഫ്റ്റി അല്ലേ. എന്താണ്? ചൈൽഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് അഡോപ്ഷൻ അല്ലേ. എന്താണ്? അഡോപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും ചൈൽഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും
സോഷ്യൽ വർക്കേഴ്സ് ഇൻ ചൈൽഡ് വെൽഫെയർ എൻഷുർ ചൈൽഡ് സേഫ്റ്റി അല്ലേ. എന്ത് ചെയ്യണം? സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യണം? ചൈൽഡ് വെൽഫെയറിൽ എന്ത് ചെയ്യണം? ചൈൽഡ് വെൽഫെയറും എൻഷുർ ചൈൽഡ് സേഫ്റ്റി അല്ലേ. ചൈൽഡ് സേഫ്റ്റി എൻഷുർ ചെയ്യണം. ദെൻ ഫെസിലിറ്റേറ്റ് അഡോപ്ഷൻ അല്ലേ. അഡോപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ആൻഡ് പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ ഫ്രം അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ് അല്ലേ. കുട്ടികളെ എന്ത് ചെയ്യണം? അബ്യൂസിൽ നിന്നും നെഗ്ലക്റ്റിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഏരിയ ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആർ സർവീസസ് പ്രൊവൈഡഡ് ടു ഇൻഡിവിജ്വൽസ് ഡീലിംഗ് വിത്ത് അഡിക്ഷൻ. In which area of social casework are services provided to individuals dealing with addiction അല്ലേ. ഇൻ വിച്ച് ഏരിയ ഓഫ് സോഷ്യൽ കേസ് വർക്ക് അല്ലേ. സോഷ്യൽ കേസ് വർക്കിൻ്റെ ഏത് ഏരിയയിലാണ് അല്ലെങ്കിൽ ഇൻ വിച്ച് സോഷ്യൽ കേസ് വർക്ക് ആർ സർവീസസ് പ്രൊവൈഡ് ടു ഇൻഡിവിജ്വൽ ഡീലിംഗ് വിത്ത് അഡിക്ഷൻ അല്ലേ. അഡിക്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലേ. അപ്പോൾ ഏത് അല്ലേ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ് സോഷ്യൽ കേസ് വർക്ക് ഡീൽ ചെയ്യുന്ന ഏരിയ ഏതാണ്? വളരെ സിമ്പിളാണ്. എൽഡർ കെയർ ആണോ, സബ്സ്റ്റൻസ് അബ്യൂസ് ആണോ, മെൻ്റൽ ഹെൽത്ത് ആണോ, ചൈൽഡ് വെൽഫെയർ ആണോ? ഏതായിരിക്കും? എൽഡർ കെയറിൽ അഡിക്ഷൻ ആണല്ലേ. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ? ബി ആണ് വരുന്നത് അല്ലേ. സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലേ. അപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിലാണ് ഈ സോഷ്യൽ കേസ് വർക്ക് എന്നതിൻ്റെ അഡിക്ഷൻ ഡീൽ ചെയ്യുന്നത്. Social workers in substance abuse provide rehabilitation support and resources to help individuals recover from addiction അല്ലേ. സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്റ്റൻസ് അബ്യൂസിൽ സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിസോഴ്സസ് അല്ലേ. റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് അല്ലേ. ടു റിക്കവർ ഫ്രം അഡിക്ഷൻ. അഡിക്ഷനിൽ നിന്നും റിക്കവർ ചെയ്യാൻ ഇൻഡിവിജ്വൽസിന് ഹെൽപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ട റിസോഴ്സുകളും റീഹാബിലിറ്റേഷൻ സപ്പോർട്ടും സോഷ്യൽ കേസ് വർക്ക് സബ്സ്റ്റൻസ് അബ്യൂസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് സ്കിൽ ഹെൽപ്സ് എ സോഷ്യൽ വർക്കർ അഡ്വക്കേറ്റ് ഫോർ ക്ലയൻറ്റ് ടു ആക്സസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് സർവീസസ്. വിച്ച് സ്കില്ല് അല്ലേ. ഒരു സ്കില്ലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് സ്കിൽ ഹെൽപ്പ്, ഏത് സ്കില്ലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യൽ വർക്കർ, ഒരു സോഷ്യൽ വർക്കർക്ക് അഡ്വക്കേറ്റ് ഫോർ ക്ലയൻറ്റ് ടു ആക്സസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് സർവീസസ് അല്ലേ. കമ്മ്യൂണിറ്റി റിസോഴ്സസും സർവീസസും ക്ലയൻറ്റിന് ആക്സസ് ചെയ്യുന്നതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന സോഷ്യൽ വർക്കർക്ക് അഡ്വക്കേറ്റ് ചെയ്യുന്ന സോഷ്യൽ വർക്കറിന് അഡ്വക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്കില്ല് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? കമ്മ്യൂണിറ്റി റിസോഴ്സും സർവീസും ആക്സസിബിൾ ആവുന്ന അല്ലേ. ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ, എമ്പതി ആണോ, അഡ്വക്കേറ്റ് സ്കില്ലാണോ, പ്രോബ്ലം സോൾവിങ് സ്കില്ലാണോ? ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ, എമ്പതി ആണോ, അഡ്വക്കേസി സ്കില്ലാണോ, പ്രോബ്ലം സോൾവിങ് സ്കില്ലാണോ? ഏതാണ് ആൻസർ? സി ആണ് വരുന്നത് അല്ലേ. സി എന്ന് പറയുന്നത് അഡ്വക്കേസി സ്കില്ലാണ് അല്ലേ. അഡ്വക്കേസി സ്കില്ലുണ്ടായാൽ മാത്രമാണ് കമ്മ്യൂണിറ്റി റിസോഴ്സും സർവീസും ആക്സസ് ചെയ്യാൻ ക്ലയൻസിന് വേണ്ടിയിട്ട് സോഷ്യൽ വർക്കർക്ക് അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോഷ്യൽ വർക്കർക്ക് ഈ ഒരു അഡ്വക്കസി സ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ട കമ്മ്യൂണിറ്റി റിസോഴ്സും സർവീസും ആക്സസ് ചെയ്യാൻ അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അഡ്വക്കസി സ്കിൽ ആർ ക്രൂഷ്യൽ ഫോർ ഹെൽപ്പിംഗ് ക്ലയൻറ്റ് ആക്സസ് റിസോഴ്സസ് ബൈ റെപ്രസെൻറ്റിങ് ദെയർ നീഡ്സ് ആൻഡ് സെക്യൂറിങ് സർവീസസ് അല്ലേ. അഡ്വക്കസി സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ക്രൂഷ്യലാണ്. എന്തിന്? ഹെൽപ്പിംഗ് ക്ലയൻസ് അല്ലേ. ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ എന്തിന്? ആക്സസ് റിസോഴ്സ് അല്ലേ. റിസോഴ്സുകൾ ആക്സസ് ചെയ്യാനും ബൈ റെപ്രസെൻറ്റിങ് അല്ലേ ദെയർ നീഡ്സ് ആൻഡ് സെക്യൂറിങ് സർവീസസ്. അവരുടെ സർവീസ് സെക്യൂർ ചെയ്യാനും അവരുടെ നീഡ്സ് റെപ്രസെൻറ്റ് ചെയ്യാനും അങ്ങനെ ആ റിസോഴ്സുകൾ ആക്സസ് ചെയ്തുകൊണ്ട് ക്ലയൻസിനെ സഹായിക്കുന്നതിൽ അഡ്വക്കസി സ്കില്ല് എന്തിൻ്റെ? വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എമ്പതിയെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എമ്പതി ഇൻ സോഷ്യൽ കേസ് വർക്ക് അഫോഴ്സ് ടു അല്ലേ. സോഷ്യൽ കേസ് വർക്കിലെ എമ്പതി എന്താണ് റെഫർ ചെയ്യുന്നത്? സോഷ്യൽ കേസ് വർക്കിലെ എമ്പതി എന്താണ് എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്യുന്നത് എമ്പതി അല്ലേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മേക്കിംഗ് ഡിസിഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ദി ക്ലയൻറ്റ് അല്ലേ. മേക്കിംഗ് ഡിസിഷൻ ഓൺ ബിഹാഫ് ഓഫ് ദി ക്ലയൻറ്റ് അല്ലേ. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മൾ ആരെയും കൂടി ഉൾപ്പെടുത്തണം? ക്ലയൻറ്റിനെ കൂടി ഉൾപ്പെടുത്തണം.
ബി എന്താണ്? ഷെയറിങ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ക്ലയൻസ് അല്ലേ, എന്ത് ചെയ്യണം? ക്ലയൻസുമായിട്ട് നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. സി എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ദ ക്ലയൻസ് ഫീലിങ്സ് അല്ലേ, ക്ലയൻസ് ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദെൻ മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ ഡിസ്റ്റൻസ് അല്ലേ, പ്രൊഫഷണൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് സോഷ്യൽ കേസ് വർക്കിലെ എമ്പതി എന്ന് പറയുന്നത് അല്ലേ? എന്താണ് സോഷ്യൽ കേസ് വർക്കിലെ എമ്പതി? ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് സി ആണ് അല്ലേ. സി എന്താ പറയുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ദ ക്ലയൻസ് ഫീലിങ്സ് അല്ലേ. എന്താണ്? ക്ലയൻസ് ഫീലിങ്സ് എന്ത് ചെയ്യുന്നു? അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ക്ലയൻറ്റിൻ്റെ ഫീലിങ്സിനെ മനസ്സിലാക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതാണ് എമ്പതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. എമ്പതി ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ദ ക്ലയൻസ് ഇമോഷൻസ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് അല്ലേ. എന്താണ് എമ്പതി എന്നത് ഉദ്ദേശിക്കുന്നത്? ക്ലയൻസിൻ്റെ ഇമോഷൻസ് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ മനസ്സിലാക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിച്ച് ഈസ് ക്രിട്ടിക്കൽ ഫോർ ഇഫക്റ്റീവ് സപ്പോർട്ട് അല്ലേ. നമ്മൾ നല്ല കാര്യക്ഷമമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വളരെ ക്രിട്ടിക്കലാണ് ഈ പറയുന്ന എമ്പതി എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? നമ്മുടെ സപ്പോർട്ട് ഇഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ അവരെ തീർച്ചയായിട്ടും നമ്മൾ എന്തിനും ഒരു ക്ലയൻറ്റ് ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് ആ എമ്പതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവർക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസിന് ഉദാഹരണം പറയാം. താഴെ തന്നിരിക്കുന്നതിൽ പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസിലെ ഒരു സ്വീകാര്യത, അതിനുള്ള എക്സാമ്പിൾ. ഓപ്ഷൻ എ, എൻകറേജ് ദ ക്ലയൻസ് ടു ടേക്ക് ആക്ഷൻ ക്വിക്ക്ലി അല്ലേ. ഒരു ആക്ഷൻ വളരെ പെട്ടെന്ന് എടുക്കാൻ ക്ലയൻറ്റിനെ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ബി എന്താണ്? അക്സെപ്റ്റിംഗ് ദ ക്ലയൻറ്റ് വിത്ത് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് അല്ലേ. എന്താണ്? ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ക്ലയൻറ്റിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. സി എന്താണ്? ഇവാലുവേറ്റിംഗ് ദ ക്ലയൻസ് ഡിസിഷൻസ് ക്രിട്ടിക്കലി അല്ലേ. എന്താണ്? ക്ലയൻസിൻ്റെ ഡിസിഷനെ ഇവാലുവേറ്റ് ദ ക്ലയൻറ്റ് ഡിസിഷൻ ക്രിട്ടിക്കലി. നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ ഡിസിഷനെ നമ്മൾ ക്രിട്ടിക്കലി എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ഡി എന്താണ്? റെഫ്യൂസിങ് സർവീസസ് ടു ക്ലയൻസ് വിത്ത് സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂസ് അല്ലേ. എന്താണ്? റെഫ്യൂസിങ് സർവീസസ് ടു ക്ലയൻസ് വിത്ത് സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂസ് അല്ലേ. സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂസുമായിട്ട് വരുന്ന ക്ലയൻസിൻ്റെ സർവീസിനെ നമ്മൾ റെഫ്യൂസ് ചെയ്യാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ് ആണല്ലേ, സ്വീകാര്യതയാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇതിന് ആൻസർ വരുന്നത്? ആൻസർ ബി ആണ് വരുന്നത് അല്ലേ. എന്താണ്? അക്സെപ്റ്റിംഗ് ദ ക്ലയൻറ്റ് വിത്ത് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് അല്ലേ. യാതൊരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ക്ലയൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നും വീക്ക്നെസ് എന്താണെന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലേ. ക്ലയൻറ്റിനെ എല്ലാ രീതിയിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ക്ലയൻസിന് നമ്മളോട് എല്ലാം പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അല്ലാതെ അവരുടെ സ്ട്രെങ്ത് മാത്രം അക്സെപ്റ്റ് ചെയ്യുക, വീക്ക്നെസ് നമ്മൾ ഔട്ട് ചെയ്യുക, അത് നമുക്ക് പറ്റത്തില്ല. അക്സെപ്റ്റൻസ് അല്ലേ, സ്വീകാര്യത ഇൻവോൾവ് ചെയ്യുന്ന എന്തൊക്കെയാണ്? റെക്കഗ്നൈസിങ് ആൻഡ് റെസ്പെക്ടിങ് ക്ലയൻസ് ആസ് ദേ ആർ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് ഓർ ബിയേഴ്സ് അല്ലേ. അവരെന്താണ് എന്ന നിലയ്ക്ക് ക്ലയൻറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ് ഓർ ബയാസ് ഇല്ലാതെയും ജഡ്ജ്മെൻറ്റും ഇല്ലാതെയും അവരെന്താണ് എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതാണ് അക്സെപ്റ്റൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then അടുത്ത ക്വസ്റ്റ്യൻ, the ability to adapt strategies and interventions based on the changing needs of a client reflects അല്ലേ. The ability to adapt strategies and interventions based on the changing needs of a client's reflect അല്ലേ. എബിലിറ്റി ടു അഡാപ്റ്റ് സ്ട്രാറ്റജീസ് അല്ലേ, സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ തന്നെ ആ ഇൻ്റർവെൻഷൻസ്, ഇടപെടൽ ബേസ്ഡ് ഓൺ ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് എ ക്ലയൻറ്റ് അല്ലേ. ഒരു ക്ലയൻറ്റിൻ്റെ ചേഞ്ചിങ് നീഡ്സിനനുസരിച്ച് നമ്മൾ ഇൻ്റർവെൻഷൻസും സ്ട്രാറ്റജീസും അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്തിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി ആണോ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണോ, ഫ്ലെക്സിബിലിറ്റി ആണോ, എത്തിക്കൽ സ്കില്ലാണോ അല്ലേ. ക്ലയൻറ്റിൻ്റെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പുതിയ സ്ട്രാറ്റജീസും ഇൻ്റർവെൻഷനും അഡാപ്റ്റ് ചെയ്യാനുള്ള അബിലിറ്റി എന്ത് കഴിവാണ് അല്ലെങ്കിൽ എന്താണത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്?
ആൻസർ വരുന്നത് സി ആണ് അല്ലേ. അതായത് ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലേ. നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരു പെരുമാറാനുള്ള ഒരു കഴിവിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി. അവൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് പറയില്ലേ, ഓരോ നീഡ്സിന് അല്ലേ, മാറുന്ന നീഡ്സിനനുസരിച്ച് നമുക്ക് ആ ഒരു സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ പറ്റുന്നതിനെയാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം അല്ലേ. Flexibility involves adjusting strategies to meet the evolving needs of clients അല്ലേ. ഫ്ലെക്സിബിലിറ്റി എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്, അഡ്ജസ്റ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലേ. എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ടു മീറ്റ് ദ ഇവോൾവിംഗ് നീഡ്സ് ഓഫ് ക്ലയൻസ് അല്ലേ. ക്ലയൻസിൻ്റെ ഇവോൾവിംഗ് നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. എൻഷുറിങ് ദാറ്റ് ഇൻ്റർവെൻഷൻ റിമൻ ഇഫക്റ്റീവ് അല്ലേ. നമ്മുടെ ഇടപെടലുകൾ എന്ത് ചെയ്യുന്നു, വളരെ ഇഫക്റ്റീവ് ആയിക്കൊണ്ട് എൻഷുർ ചെയ്യാനും ഇത് എന്ത് ചെയ്യുന്നു, ഇത് നമ്മളെ സഹായിക്കുന്നു.